വ്യത്യസ്തമായ ശബ്ദം കൊണ്ട് ശ്രദ്ധേയനായ പാട്ടുകാരനാണ് ലക്ഷദ്വീപിലെ അമിനി സ്വദേശിയായ ദിറാർ. KMCCയുടെ ക്ഷണത്തിൽ മക്കയിലേക്ക് സന്ദർശനത്തിനെത്തിയ അദ്ദേഹം പാട്ടിലൂടെ ജീവിതയാത്ര പറയുകയാണ്. മക്കയിൽ നിന്നും സാബിത് സലീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭ്രാന്തിനെ കാൽപ്പനികമായി ചിത്രീകരിച്ച പാട്ട് വൈറലായതോടെയാണ് ദിറാർ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയത്. അത് ഭ്രാന്തായാൽ എന്തു സുഖം എന്ന് പറയുന്ന പാട്ടാണ്. ഞാൻ ഒമാനിൽ വെച്ചിട്ടാണ്. കഴിഞ്ഞ വർഷത്തെ റബീഉൽ അവ്വലിനാണ്. ഇപ്പോൾ കഴിഞ്ഞല്ല, അതിന് മുന്നലത്തെ കഴിഞ്ഞ 2024 റബീഉൽ അവ്വലിനാണ് ഒമാനിൽ വെച്ചിട്ടാണ്. വാദി കബീർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ഒരു ഹോട്ടലിൻ്റെ മുന്നിലിരുന്നിട്ട് ഞാൻ എൻ്റേതായ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കൊട്ടിയിട്ട് പാടിയതാണ്. ആത്മീയതയും ദൈവസ്നേഹവും നിറഞ്ഞ സൂഫി സംഗീതം ദ്വീപിന്റെ പാട്ടുകാരനെ പ്രവാസികളും ഏറ്റെടുത്തു. സൂഫി സോങ് നമ്മളെ ഏതായാലും പ്രവാചക സ്നേഹവും പിന്നെ നമ്മളെ ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചും അതൊക്കെയാണ് കൂടുതലും നമ്മൾ പാടൽ. ഒരു ഗുരു ഉണ്ടാവുമല്ലോ, ഒരു ആത്മീയ ഗുരു. ആ ഗുരുവിനെ പാട്ടുകളാണ് ഞാൻ കൂടുതലും പാടിയത്. അദ്ദേഹം എഴുതിയതും അങ്ങനത്തെ പാട്ടുകളാണ്. ഇത്തരം പാട്ടുകൾ പാടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. KMCCയുടെ അതിഥിയായി മക്കയിലെത്തിയതാണ് ദിറാർ. ലക്ഷദ്വീപിലെ കല്യാണ സദസ്സുകളും രാഷ്ട്രീയ വേദികളുമാണ് ദിറാറിനെ വളർത്തിയത്. മക്ക കണ്ടു, മദീനയിലെത്തി. ഇപ്പോൾ അള്ളാഹുവോട്, അവന്റെ റസൂലിനോട്, അവരോടുള്ള പ്രണയമാണ് പാട്ട് നിറയെ. ഈ ലോകത്തിൻ പൊന്നൊളി, ഈമാനിന്റെ കതിരൊളി, മുത്ത് മുസ്തഫ നബി. അമ്മയും ബാപ്പയും പെങ്ങന്മാരെയും ആങ്ങളമാരെയും ഒക്കെ കൊലവിളിക്കണ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഞാനെന്ന ചെറിയ കലാകാരനെ കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് പ്രണയിക്കുക, അള്ളാഹിനെ പ്രണയിക്കുക, നബിയെ പ്രണയിക്കുക, മഹത്തുക്കളെ പ്രണയിക്കുക, മഹാന്മാരെ പ്രണയിക്കുക. അത്തരം മെസ്സേജുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പാട്ടിലൂടെ പറയാൻ ശ്രമിക്കുന്നതും പ്രണയത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും തന്നെ. ദാത്ത് കൊണ്ടതിലാടിടുവാൻ കൊതി വീട്ടിടുമോ ദാദാ മൗല. ജിദ്ദയിൽ കോഴിക്കോട്ടുകാരുടെ കൂട്ടായ്മയിൽ വെച്ചാണ് പാട്ടുപാടി ഇതെല്ലാം പറഞ്ഞത്. അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനാലെറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ. പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് പാടാനും ഏറെ പ്രിയമാണ്. സുബിഹി ബാങ്കിന്റെ ഇശല് കേൾക്കുമ്പോൾ സുജുദു ചെയ്തുമ്മ ഉണരുന്നു. മക്കയുടെ ഉള്ള് കണ്ടറിഞ്ഞാണ് മടക്കം. അതിന്റെ ആത്മാവുണ്ട് മടക്കയാത്രയിൽ. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.